പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ബൈബിൾ ക്വിസ് സംഖ്യാപുസ്തകത്തിലെ സ്ത്രീസംബന്ധമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി. ചോദ്യം 1. ഒരു പുരുഷൻ്റെ ഭാര്യ പിഴച്ച് ഭർത്താവിനോട് ദ്രോഹം ചെയ്താൽ എന്തു ചെയ്യണം? ഉത്തരം: ആ പുരുഷൻ ഭാര്യയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 2. ശങ്കാവിഷയം ബാധിച്ച് തൻ്റെ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയല്ലാതിരിക്കുകയും ചെയ്താൽ എന്തു ചെയ്യണം? ഉത്തരം: ആ പുരുഷൻ ഭാര്യയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 3. സ്വന്തം പാപത്താൽ മരണപ്പെട്ടത് ആരുടെ പിതാവ്? ഉത്തരം: മഹ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 4. കൊസ്ബി കൊല്ലപ്പെട്ടത് എങ്ങനെ? ഉത്തരം: ഏലയാസറിൻ്റെ മകനായ ഫിനെഹാസ് ഒരു കുന്തം കൊണ്ട് അവളുടെ ഉദരം തുളയും വണ്ണം കുത്തിക്കൊന്നു. 25-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ ചോദ്യം: കൂശ് സ്ത്രീ ആര്? ഉത്തരം: സിപ്പോറ, മോശയുടെ ഭാര്യ. സംഖ്യാപുസ്തകം 12:1, പുറപ്പാട് 4:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 5. മിരിയാമിനെ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം: കാദേശിൽ. 20-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 6. അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണമെന്ന് മോശയോട് ആവശ്യപ്പെട്ടവർ? ഉത്തരം: മഹ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 7. ശാപകരമായ കയ്പ് വെള്ളം പുരോഹിതൻ കുടിപ്പിക്കുന്നത് ആരെ? ഉത്തരം: ശങ്കാവിഷയം ബാധിച്ച് ഭർത്താവ് ഭാര്യയെ സംശയിക്കുമ്പോൾ ഭാര്യയെ. 5-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8. സ്ത്രീയുടെ കയ്യിൽ നിന്നും സംശയത്തിൻ്റെ ഭോജനയാഗം വാങ്ങി യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യുന്നത് ആര്? ഉത്തരം: പുരോഹിതൻ. 5-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 9. മരുഭൂമിയിൽ വച്ച് മരണപ്പെട്ടത് ആരുടെ പിതാവ്? ഉത്തരം: മഹ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 10. മിദ്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദ്ധരാക്കിയത് ആര്? ഉത്തരം: ഇസ്രായേൽ. 31-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 11. ആരുടെ അവകാശ സംബന്ധമായ വിഷയമാണ് മോശ യഹോവയുടെ സന്നിധിയിൽ വച്ചത്? ഉത്തരം: മഹ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 12. അമ്രാമിൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം: യോഹേബേദ്. 26-ാം അധ്യായം 59-ാം വാക്യം. ചോദ്യം 13. മിദ്യാന്യ സ്ത്രീകളെ പാളയത്തിൽ കണ്ടപ്പോൾ സൈന്യനായകന്മാർക്ക് മോശ നൽകിയ കൽപ്പന എന്ത്? ഉത്തരം: പുരുഷന്മാരോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെ കൊന്നുകളവിൻ, പുരുഷന്മാരോട് ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവിൻ. ചോദ്യം 14. അപ്പൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി തീർന്നവർ? ഉത്തരം: മഹ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 36-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 15. കാദേശിൽ വച്ച് മരണപ്പെട്ട പ്രവാചകി? ഉത്തരം: മിരിയാം. 20-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 16. ആശേറിൻ്റെ പുത്രിയുടെ പേര്? ഉത്തരം: സാറ. 26-ാം അധ്യായം 46-ാം വാക്യം. ചോദ്യം 17. ഞങ്ങളുടെ അപ്പന് മകനില്ല എന്ന് പറഞ്ഞ പെൺമക്കളാര്? ഉത്തരം: മഹ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ.
ചോദ്യം 18. യഹോവയുടെ സന്നിധിയിൽ തലമുടി അഴിച്ച് കയ്യിൽ അപരാധ ജ്ഞാപകത്തിൻ്റെ ഭോജനയാഗം കയ്യിൽ പിടിച്ചു നിൽക്കേണ്ടതാര്? ഉത്തരം ഭർത്താവിൻ്റെ ശങ്കാവിഷയം ഭാര്യമേൽ ആരോപിക്കപ്പെടുമ്പോൾ ഭാര്യയായ സ്ത്രീ. 5:13. ചോദ്യം 19. ഹിമം പോലെ വെളുത്തതാര്? ഉത്തരം മിരിയാം. 12-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 20. ജനാധിപനായ സൂര്യൻ്റെ മകൾ. ഉത്തരം കോസ്ബി. 25-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ചോദ്യം 21. ലേവിയുടെ മകളുടെ പേര്. ഉത്തരം യോഹേബെദ്. 26-ാം അധ്യായം 59-ാം വാക്യം. ചോദ്യം 22. ഒരുത്തന് മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം ആർക്കാണ് കൊടുക്കേണ്ടത്? ഉത്തരം മകൾക്ക്. 27-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 23. ആര് നേരുന്ന നേർച്ചയും പരിവർജന വ്രതവുമാണ് അവളിന്മേൽ സ്ഥിരമായിരിക്കുന്നത്? ഉത്തരം വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ചെയ്യുന്നത്. 30-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 24. ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്ത ശേഷം ഏത് ദേശത്തിലെ സ്ത്രീകളെയാണ് ജീവനോടെ ശേഷിപ്പിച്ചത്? ഉത്തരം മിദ്യാന്യ സ്ത്രീകളെ. 31-ാം അധ്യായം 1-15 വാക്യങ്ങൾ. ചോദ്യം 25. മനേശയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ ഭാര്യമാരായി തീർന്ന് തങ്ങളുടെ അവകാശം സംരക്ഷിച്ചവർ. ഉത്തരം ശെലോഫഹാദിൻ്റെ പുത്രിമാരായ മഹ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 36-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 26. മോശ ഏത് സ്ത്രീക്ക് സൗഖ്യമാകുവാനാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം തൻ്റെ സഹോദരിയായ മിരിയാമിന്. 12-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 27. അന്തഃപുരത്തിൽ വച്ച് കുത്തേറ്റ് മരണപ്പെട്ട ഭാര്യയും ഭർത്താവും ആര്? ഉത്തരം കൊസ്ബി. ഭർത്താവ് സിമ്രി. 25-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 28. ഗാദ്യരും രൂബേന്യരും തങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എവിടെ ആക്കിയ ശേഷമാണ് യുദ്ധസന്നദ്ധരായി യഹോവയുടെ സന്നിധിയിൽ പുറപ്പെട്ടത്? ഉത്തരം ഗിലെയാദിലെ പട്ടണങ്ങൾ. 32-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ചോദ്യം 29. വിവാഹത്തിനു മുമ്പ് സ്ത്രീ നേർന്ന നേർച്ച അവൾക്ക് സ്ഥിരമായി തീരുന്നതെങ്ങനെ? ഉത്തരം ഭാര്യയുടെ നേർച്ചയും പരിവർജന വ്രതത്തെയും കുറിച്ച് കേട്ടിട്ട് ഭർത്താവ് മിണ്ടാതിരുന്നാൽ. 30-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ചോദ്യം 30. യോഖേബെദ് ജനിച്ചത് ഏത് ദേശത്ത്? ഉത്തരം മിസ്രയീമിൽ. 26-ാം അധ്യായം 59-ാം വാക്യം. ചോദ്യം 31. പാളയത്തിന് പുറത്ത് അടച്ചിട്ടതാരെ? ഉത്തരം മിരിയാമിനെ. 12-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ചോദ്യം 32. ശാപകരമായ വെള്ളം കുടലിൽ ചെന്ന് ഉദരം വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും ചെയ്യുന്നതാരുടെ? ഉത്തരം ഭർത്താവ് ഉണ്ടായിരിക്കെ പിഴച്ച് അശുദ്ധയായി മറ്റൊരു പുരുഷനോട് കൂടെ ശയിച്ച സ്ത്രീ. 5-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 33. മിരിയാമിനെ എത്ര ദിവസമാണ് പാളയത്തിന് പുറത്ത് അടച്ചിട്ടത്? 7 ദിവസം. 12-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ചോദ്യം 34. കൊസ്ബിയെയും ഭർത്താവായ സിമ്രിയെയും കൊല ചെയ്തതാര്? ഉത്തരം ഏലയാസറിൻ്റെ മകനായ ഫിനെഹാസ്. 25-ാം അധ്യായം 6-14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 35. യോഖേബെദിൻ്റെ മകളുടെ പേര്? ഉത്തരം മിരിയാം. 26-ാം അധ്യായം 59-ാം വാക്യം. ചോദ്യം 36. സെലോഫഹാദിൻ്റെ പുത്രിമാരുടെ പേരുകൾ?
ഉത്തരം മഖ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 38. ഭർത്താവിന് ഭാര്യയുടെ ഏത് നേർച്ചയും വ്രതവും സ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്തുവാനും അധികാരമുണ്ട്? ഉത്തരം ആത്മതപനം ചെയ്യാനുള്ള നേർച്ചയും പരിവർജന ശപഥവും. 30-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 39. തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യയായിരിക്കുവാൻ അനുവാദം ലഭിച്ചവർ? ഉത്തരം ശെലോഫഹാദിൻ്റെ പുത്രിമാരായ മഖ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 36-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 40. പെയോറിൻ്റെ സംഗതിയിൽ ബിലെയാമിൻ്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാകുവാൻ കാരണം? ഉത്തരം മിദ്യാന്യ സ്ത്രീകൾ. 31-9 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 41. പാതിവ്രത്യ സംശയത്തിൽ സ്ത്രീ അശുദ്ധയല്ലെന്ന് തെളിയിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം അവൾക്ക് ദോഷം വരികയില്ല, ഗർഭം ധരിക്കും. 5-ാം അധ്യായം 28-ാം വാക്യം. ചോദ്യം 42. മിരിയാമും അഹരോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചത് ഏത് കാരണത്താൽ? ഉത്തരം മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതിനാൽ. 12-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 43. ആരെ വീണ്ടും അംഗീകരിക്കും വരെ ഇസ്രായേൽ ജനം യാത്ര ചെയ്തില്ല? ഉത്തരം മിരിയാമിനെ. 12-ാം അധ്യായം 15-16 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 44. സിമ്രിയുടെ ഭാര്യ ആരാണ്? ഉത്തരം മിദ്യാന്യ സ്ത്രീയായ കൊസ്ബി. 25-ാം അധ്യായം 6, 14, 15 വാക്യങ്ങൾ. ചോദ്യം 45. അപ്പൻ്റെ അവകാശം മകൻ ഇല്ലാത്തതിനാൽ ഏത് പെൺമക്കൾക്കാണ് ലഭിച്ചത്? ഉത്തരം ശെലോഫഹാദിൻ്റെ പുത്രിമാരായ മഖ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം 1-8 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 46. യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അപ്പൻ ചേർന്നിട്ടില്ല എന്ന് പിതാവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞവർ? ഉത്തരം ശെലോഫഹാദിൻ്റെ പുത്രിമാരായ മഖ്ല, നോവ, ഹൊഗ്ല, തിർസ, മിൽക്ക. 27-ാം അധ്യായം. ബാല്യത്തിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ വെച്ച് നേർന്ന നേർച്ചയും പരിവർജന വ്രതത്തെയും കുറിച്ച് ഭർത്താവ് കേട്ടിട്ട് ഇവ വിലക്കിയാൽ എന്തായിത്തീരും? ഉത്തരം നേർച്ചയും വ്രതവും സ്ഥിരമായിരിക്കുകയില്ല, യഹോവ അവളോട് ക്ഷമിക്കും. 30-ാം അധ്യായം 2-5 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 48. ബാല്യപ്രായത്തിൽ ഒരു സ്ത്രീ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ വെച്ച് നേർന്ന നേർച്ചയും പരിവർജന വ്രതത്തെയും കുറിച്ച് പിതാവ് കേട്ടിട്ട് മിണ്ടാതിരുന്നാൽ? ഉത്തരം സ്ഥിരമായിരിക്കും. 30-ാം അധ്യായം 2-4 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 49. ഒരു പുരുഷന് തൻ്റെ ഭാര്യയിൽ പാതിവ്രത്യ സംശയമുണ്ടായാൽ വഴിപാടായി എന്താണ് കൊണ്ടുവരേണ്ടത്? ഉത്തരം ഒരിടങ്ങഴി യവപ്പൊടി. 5-ാം അധ്യായം 13-18 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 50. അപരാധ ജ്ഞാപകമായ ഭോജനയാഗം എപ്പോഴാണ് കഴിക്കുന്നത്? ഉത്തരം ഭർത്താവിന് ഭാര്യയിൽ പാതിവ്രത്യത്തിൽ ശങ്കാവിഷയമുണ്ടാകുമ്പോൾ. 5-ാം അധ്യായം 13-18 വരെയുള്ള